ഇതേ കേട്ടിട്ട് പിന്നെ എപ്പോഴും കയറിയത് പോലെ സ്ഥിരമായിട്ട് ഡാൻസ് കളിപ്പിക്കുന്ന പേരിലാണ്. അങ്ങനെ ഞങ്ങൾ കാത്തിരുന്ന നമ്മുടെ കല്യാണത്തിന്റെ ഹൽദി ഫംഗ്ഷൻ ആയിട്ടുണ്ട്. അയ്യോ എക്സൈറ്റഡ് എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്ത് എക്സൈറ്റഡ്. എൻ്റെ ഇമോഷൻ അതാണ്. പക്ഷെ ഞാൻ പേഴ്സണലി മുടിയൻ ചേട്ടൻ ഐശ്വര്യ ചേച്ചി ഒരുപാട് നന്നായിട്ട് അറിയാവുന്നതാണ്. ഐശ്വര്യ ചേച്ചി മുടിയൻ ചേട്ടനെ പിന്നെ ഉപമുളകും തൊട്ട് അറിയാവുന്നതാണ്. ഐശ്വര്യ ചേച്ചി ഒരുപാട് നന്നായിട്ട് അറിയാവുന്നതാണ്. അപ്പം അവരുടെ ഒരു വെഡിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ഡ്രീമായിരുന്നു. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയില്ല, എൻ്റെ ചേട്ടൻ്റെ കല്യാണത്തിന് ഞാൻ സാരി എടുക്കും, ഞാൻ ധാവണി എടുക്കും, അങ്ങനത്തെ ഒക്കെ ഒരു നമ്മളിപ്പോഴും അങ്ങനെ വിഷ് ചെയ്യുമല്ലോ. ഇതാ ഒരു ഡ്രീം കം ട്രൂ മൊമെന്റ് ആണ്. ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇന്ന് തകർക്കുക ഒരൊറ്റ ലക്ഷ്യത്തോടാണ് ഇറങ്ങിയിരിക്കുന്നത്. എനിക്കത് എക്സാംസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് പൊളിക്കുക, തകർത്ത് വേറെ ഒന്നുമില്ല. അപ്പം എന്തായാലും നമ്മുടെ ഗ്രൂം ടു ബി ആൻഡ് ബ്രൈഡ് ടു ബിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. മുടിയൻ ചേട്ടാ ഓക്കെ. ക്യാമറ വെള്ളം നനയല്ലേ. അപ്പൊ നമ്മുടെ ഗ്രൂം ടു ബിക്കും ബ്രൈഡ് ടു ബിക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ ഒന്നും നോക്കണ്ട, അടിച്ചു പൊളിച്ചോളൂ. ലവ് യു. എന്തായാലും നമുക്ക് ബാക്കി അവിടെ പോയിട്ട് കാണാം ഗൈസ്. ഹൗ ഡു യു ഫീൽ ടു ബി ദ ഗ്രൂം? ഗ്രൂം ഒരിക്കലല്ലേ ആവുള്ളൂ. അപ്പൊ ആ ഫീൽ ഉണ്ട്. അതെ അതെ അതെ. അല്ല ഒരിക്കലാവണോ നമ്മുടെ തീരുമാനമാണല്ലോ. അതെ. മുടിയൻ ചേട്ടനും കുടുംബത്തിനും എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. എന്തു പറയാ വിഷയടാ തന്നെ. ഹാപ്പി മാരീഡ് ലൈഫ്. ഹാപ്പി മാരീഡ് വേണ്ടേ? ആവശ്യമില്ല. അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. ചേച്ചിക്ക് എന്റെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. തനിക്ക് നേരുന്ന കാര്യമില്ല, ആ പാവം ചേച്ചിയിൽ അനുഭവിക്കാൻ പോണത്. ഞാൻ ബുൾഗാമേറ്റ് ഒന്നിരിക്കുക. അപ്പൊ ഇതിന്റെ പേരെന്തേ? മുടിയുണ്ടോ? എന്റെ മിനി വെർഷൻ ആയിട്ടുള്ള എല്ലാവരുടെ കഥാവിരുദ്ധങ്ങൾ കൊള്ളാല്ലേ? ഗോട്ടില്ലല്ലോ. ഗോട്ട് റിലീസ് എപ്പോ ചോദിക്കേ? എന്റെ കല്യാണത്തിന്റെ അന്ന് വിജയ് അത് പറഞ്ഞു. കോപ്പിറൈറ്റ് ഉള്ള അതുകൊണ്ട് കേസ് കൊടുത്തു. നമ്മൾ അവിടെ വാദിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഇതിന് കോപ്പിറൈറ്റ് ഇല്ലേ? എന്റെ മുടി ഉണ്ടായിരുന്നല്ലോ. കേളെ കിടക്കത്തില്ല, സ്ട്രെയിറ്റ് ആവും. സ്ട്രെയിറ്റ് ആവും പോയിട്ട് മനസ്സിലായി എന്ത് സിംഗിൾ ആണെന്ന് ഉള്ള പറയണോ? സീക്രട്ടാ. അഭിഷേക് ഇപ്പോൾ സിംഗിൾ ആണ്, സീക്രട്ട് ആണ്. അഭിഷേക് സിംഗിൾ ആണ്. ഓക്കെ, അഭിഷേക് ഇപ്പോഴും സിംഗിൾ ആണ്, സീക്രട്ട് ആണ്. കള്ളത്തരം പറയണം. അതൊക്കെ ആദ്യം നിന്നെ വിളിച്ച് പറയും പോലെ. അല്ലേ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യണ്ടേ? ഓക്കെ.
വെരി ഗുഡ് ഈവനിങ് everyone. എല്ലാവർക്കും സെഷന്റെ വിഷയമാണ്. അപ്പോൾ എല്ലാവരും അറേഞ്ച് ചെയ്തിട്ടുള്ള സീറ്റ്സ് ഇരിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. ഇതിലാണോ എനർജി കൂടുതലെന്ന് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ ആദ്യം ഋഷിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു കൈയ്യടി, നല്ലൊരു ക്ലാപ്പ്. ഋഷിയുടെ സൈഡിൽ നിന്ന് നല്ലൊരു ക്ലാപ്പ്. ഓക്കെ, ഈ സൈഡിൽ നിന്ന് ആരും വന്നിട്ടില്ല എങ്കിലും നമുക്ക് ഐശ്വര്യ സൈഡിൽ നിന്ന് നല്ലൊരു കൈയ്യടി. ഏകദേശം എനർജി സെയിം ആണല്ലേ? യെസ്, റെഡിയാണ്. ഓക്കെ, അപ്പൊ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാണ്. 3, 2, 1 and go. നല്ലൊരു കൈയ്യടി. സിമ്പിൾ ഗെയിം മതി. ഓക്കെ, അപ്പൊ നമുക്കൊരു ഷൂ ഗെയിം ചെയ്യാം. എല്ലാവർക്കും ബുക്ക്ലെറ്റ്സ് കിട്ടിയിട്ടുണ്ടല്ലോ അല്ലെ? ബുക്ക്ലെറ്റ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, രണ്ട് സൈഡിലും ബ്രൈഡിന്റെയും ഗ്രൂമിന്റെയും ഫോട്ടോസ് നമ്മൾ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ ചോദിക്കാൻ പോവുകയാണ്. അപ്പൊ ചോദിക്കുമ്പോൾ ബ്രൈഡ് ആണ് ആൻസർ എന്നുണ്ടെങ്കിൽ ഏത് സൈഡ് പൊക്കണം? ഓക്കെ, ബ്രൈഡിന്റെ സൈഡ് പൊക്കി കാണിക്കണം. ഗ്രൂം ആണെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ്. ഇനി ഈ ഒരു ബുക്ക്ലെറ്റ്സ് കിട്ടാത്ത എത്ര പേരുണ്ട്? ബുക്ക്ലെറ്റ്സ് കിട്ടാത്ത ഫ്രണ്ടിൽ കിട്ടിയിട്ടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കാര്യം പറഞ്ഞു തരാം. മാക്സിമം ഷൗട്ട് ചെയ്യുക കേട്ടോ. ബ്രൈഡ് ആണോ ഗ്രൂം ആണോ ആൻസർ എന്നുള്ളത് ഷൗട്ട് ചെയ്ത് പറയാം. ഓക്കെ ഓക്കെ, അപ്പൊ റെഡിയാണ്? എല്ലാവരും റെഡിയാണ്? അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഏറ്റവും ആദ്യം ഓഡിയൻസ് ആയിരിക്കും കേട്ടോ ആൻസർ പറയാം. ഏറ്റവും ആദ്യം ഓഡിയൻസ് ആയിരിക്കും ആൻസർ പറയുന്നത്. അത് കഴിഞ്ഞായിരിക്കും ബ്രൈഡിനും ഗ്രൂമിനുള്ള ചാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. കൂട്ടത്തിൽ ഏറ്റവും റൊമാൻറ്റിക് ആരാണ്? ഏറ്റവും റൊമാൻറ്റിക്, മോസ്റ്റ് റൊമാൻറ്റിക്? പൊക്കണം കേട്ടോ, ശരിക്കും കാണുന്നില്ല നമ്മള്. ഗ്രൂം ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ ഒന്ന് ആൻസർ ചെക്ക് ചെയ്താലോ. ബ്രൈഡ് ആണോ ഗ്രൂം ആണോ? ഇവിടെയാണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയാണ്. ഓക്കെ, പക്ഷെ ആൻസർ മോസ്റ്റ്ലി വന്നിട്ടുള്ളത് ഗ്രൂമിന്റെ. ഋഷിയാണല്ലേ? ഋഷിയാണ്. രണ്ടുപേരും ഒരേപോലെയാണ്. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കട്ടെ. നല്ല ആൻസർ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ഏറ്റവും കൂടുതൽ ക്യാഷ് സ്പെൻഡ് ചെയ്യുന്നത് ആരായിരിക്കും? ഏറ്റവും കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത്? ഇവിടെ നമുക്കൊന്ന് ആൻസർ ചെക്ക് ചെയ്യാം. ഇവിടെ ആൻസർ പറയണോട്ടോ, എല്ലാത്തിനും ആൻസർ പറയണം. രണ്ടും പറഞ്ഞിട്ടുണ്ട്. രണ്ടുപേരും നന്നായിട്ട് ക്യാഷ് സ്പെൻഡ് ചെയ്യും. ഓക്കെ, ഋഷി തന്നെയാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യട്ടെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. മൊബൈൽ മാനിയക് ആയിട്ടുള്ളത് ആരാണ്? ഏറ്റവും കൂടുതൽ ടൈം മൊബൈലിൽ സ്പെൻഡ് ചെയ്യുന്നത്? ഐശ്വര്യാണ്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന ഓക്കെ ഗ്രൂം ബ്രൈഡിന്റെ സൈഡ് ആണല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നത്. ഇവിടെ എന്താ ആൻസർ നമുക്ക് ചെക്ക് ചെയ്യാം. ബ്രൈഡ് ആണോ ഗ്രൂം ആണോ? മൊബൈലിന് താല്പര്യമില്ല. ഓക്കെ, രണ്ടുപേരും സെയിം ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാവരും ഓക്കെ ആയിട്ട് പറഞ്ഞൊരു ആൻസർ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ. ഏറ്റവും പാവം ആരാണ്? കൂടുതൽ ഏറ്റവും പാവം? അത് കുറച്ച് കൺഫ്യൂഷൻ ആവും. ഐശ്വര്യാണ്. ഇത് ആൻസർ കാണുന്നില്ല. എല്ലാവരുടെയും ആൻസർ കണ്ടില്ല. എനിക്ക് കറക്റ്റ് ആയിട്ട് കാണുന്നില്ല. ഐശ്വര്യാണ്. നമുക്ക് ഇവിടെ ഒന്ന് ആൻസർ ചെക്ക് ചെയ്താലോ. ആരാണ് ഏറ്റവും പാവം? കൺഫ്യൂഷൻ ആണ്.
ബ്രൈഡാണ്. ഓക്കെ ഓക്കെ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് ഓഡിയൻസിന്റെ റെസ്പോൺസ് ഒന്ന് നോക്കാം. ഇന്ന് കാണാൻ ഏറ്റവും കൂടുതൽ ഗ്ലാമർ ആയിട്ടുള്ളത് ആരാണ്? ഓക്കെ ഓക്കെ, നമുക്ക് അവിടുത്തെ ആൻസർ നോക്കണ്ട, കുഴപ്പമില്ല. പക്ഷെ ഇവിടെ രണ്ടുപേരുടെ സൈഡിൽ നിന്ന് എന്താ ആൻസർ എന്ന് എനിക്കൊന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, നല്ല ആൻസർ ആണല്ലേ രണ്ടുപേരും. ഏറ്റവും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആരാണ്? ക്ലീഷേ ക്വസ്റ്റ്യൻ ആണ്. ഋഷി. ഓക്കെ ഓക്കെ ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല. ഏറ്റവും നന്നായിട്ട് പാട്ട് പാടുന്നത് ആരാണ്? ബെസ്റ്റ് സിംഗർ. നന്നായിട്ട് പാട്ട് പാടും അല്ലേ? ആക്ച്വലി ഒരു പാട്ട് പാടാം അല്ലേ? നമുക്ക് രണ്ടുപേര് പാടിയാലോ? രണ്ടുപേര് പാടിയാൽ മതി, എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് അല്ലേ? രണ്ടുപേര് പാട്ട് പാടാം. Yo, yo, and boy, and boy, പെണ്ണി എന്റെ മനസ്സിൽ കയറി പോയി, ആ ഷോറുമായി എല്ലാ പോയി, and boy, this is double, combo, this same bubble gum, ഇത് bubblegum അല്ല, ചവയ്ക്കാൻ പറ്റില്ല. പെണ്ണെ നിന്ന് നടക്കാൻ കണ്ട ആഴ്ചകളായ പോലെ, ഞാൻ നിന്റെ പിന്നാലെ ഇങ്ങനെ നായ പോലെ. So good, hope you get it, baby. And the way to go to Saibaba. Your heart, thank you. Like a pussy, wanna hug you, wanna kiss you, wanna cheek, thank you. I'll be your queen, you'll be my queen. You're me, you're super cute. എന്തെങ്കിലും സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ടോ? സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും ടാസ്ക് കൊടുക്കണോ? ഓഡിയൻസിന്റെ ചോയ്സ് ആണ്. എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്ക് കൊടുക്കണം. എന്തെങ്കിലും സ്പെഷ്യൽ ടാസ്ക്. ആക്ച്വലി നമുക്ക് ഇപ്പോഴാണ് ടാസ്ക് കൊടുക്കാൻ പറ്റുള്ളൂ. എന്തെങ്കിലും സ്പെഷ്യൽ ഋഷി ഐശ്വര്യ 10 വാക്കിലൊന്ന് വർണ്ണിക്കാമോ? നല്ല ടാസ്ക് അല്ലേ? നന്നായിട്ട് ക്ലാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വർണ്ണിക്കാൻ പറ്റും. 10 വാക്ക് വേണം. ബ്യൂട്ടിഫുൾ, ഇന്റലിജന്റ്, വെരി പ്രാക്ടിക്കൽ, വെരി റൊമാൻറ്റിക്. അഞ്ചെണ്ണം എത്ര? 5 ഇല്ല. വെരി കെയറിംഗ്, താങ്ക് യു. വെരി അഡ്ജസ്റ്റബിൾ. അവളെ എന്നെ അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ അടുത്ത സൈക്കിൾ ഉണ്ട്, അതുകൊണ്ട് അത്ര ബ്യൂട്ടി പറഞ്ഞതാ. പറഞ്ഞു നല്ല അനുസരിച്ച് 10 വെരി ടാലന്റ്, പിന്നെ വെരി കോൺഷ്യസ്, അതുമല്ല വെരി ഓവർ പ്രൊട്ടക്റ്റീവ്. ഓർക്കെ അല്ല, നല്ല ഒരെണ്ണം കൂടിയുള്ള ആരെങ്കിലും പറഞ്ഞു. വെരി കോൺഫിഡൻസ്. റഷ്യയെ കുറിച്ച് 10. ഓക്കെ, റൊമാൻറ്റിക്, ക്യൂട്ട്, ടാലന്റഡ്, അണ്ടർസ്റ്റാൻഡിങ്, ഹാൻസം. പിന്നെ ഇല്ല, ഞാൻ ആലോചിക്കട്ടെ. വാക്കുകൾ കിട്ടുന്നില്ല. അതുക്കും മേലെ വേറൊന്നും പറയാനില്ല. ഓക്കെ, കുഴപ്പമില്ല, താങ്ക് യു. ഓക്കെ, നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കട്ടെ. നന്നായിട്ട് ടാസ്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം അല്ലേ? ഏറ്റവും ആദ്യം പ്രപ്പോസ് ചെയ്തത് ആരാണ്? ഫസ്റ്റ് പ്രപ്പോസ് ചെയ്തത് ഋഷിയാണോ ഐശ്വര്യാണോ? ഓക്കെ, നമുക്ക് ആൻസർ അറിയണമെങ്കിൽ ആക്ച്വലി ഇവിടെ തന്നെ നോക്കണം. കണ്ടില്ല. ഓക്കെ, ഋഷി തന്നെയാണ്. അപ്പൊ നമുക്ക് ഒന്നോടൊന്ന് പ്രപ്പോസ് ചെയ്യിക്കാം അല്ലേ? ഓക്കെ, ഋഷി നിന്നെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ ഔട്ടായി കഴിഞ്ഞു. തിരിച്ച് പ്രപ്പോസ് ചെയ്യട്ടെ.
ഓക്കെ, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് പ്രപ്പോസ് ചെയ്യുക അല്ലേ? അപ്പൊ ഐശ്വര്യ പ്രപ്പോസ് ചെയ്യുന്നു, ഋഷി ഈ ഒരു ഫ്ലവർ മാക്സിമം വാങ്ങാതിരിക്കാൻ ട്രൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു ഫ്ലവർ മാക്സിമം വാങ്ങരുത്. ഒരു 5 minutes എങ്ങനെയെങ്കിലും ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. ഓക്കെ, ഇവിടെ മാക്സിമം കൺവിൻസ് ചെയ്ത് പ്രപ്പോസ് ചെയ്യണം. ഇവിടെ മാക്സിമം ഫ്ലവർ വാങ്ങാതിരിക്കാൻ ട്രൈ ചെയ്യുക. ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊരു നമുക്കൊരു സ്പീഡ് സോങ് പ്ലേ ചെയ്യാം അല്ലേ? ഓക്കെ, ഇപ്പൊ ബാക്ക്ഗ്രൗണ്ടിലൊരു സ്പീഡ് സോങ് പ്ലേ ചെയ്യും. Excuse me, Mr. Kandasamy. Hey, excuse me, Mr. Kandasamy. Coffee, curry, come with me. Hot dog, cold, yeah, ഫണ്ണി നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും ഫണ്ണി ചെറിയാണ്. അപ്പൊ ആശ ഉണ്ടാവുമ്പോ ശിഷ്യ ഉണ്ടാവുമ്പോൾ ചെറിയ നീ എന്താണ് ഫണ്ണി, ഇവനെ കുറിച്ചിട്ട് ഫണ്ണിയാണ് വേണ്ടത്. നമ്മളെല്ലാവരും ഇവിടെ ചെയ്യണത് എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവൻ ചെയ്യുക. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പല്ലേക്കില്ല, കുളിക്കില്ല, ഭക്ഷണം കഴിക്കില്ല. കല്യാണല്ലേ എന്നുള്ള തെറ്റിദ്ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചതിന്റെ ഒരു ഇത് എനിക്ക് ഓർമ്മയുണ്ടടാ. രാവിലെ എഴുന്നേറ്റ് കുളിക്കില്ല എന്ന് ചോദിച്ചതിനുള്ള ഒരു മറുപടി നീ പറഞ്ഞില്ലേ? അതുപോലെ നിങ്ങളത് കണ്ടിട്ടില്ല അല്ലേ? നിങ്ങളെ കണ്ടിട്ടില്ലേ? സോ ഞാൻ വെറുതെ പറഞ്ഞ ഭയങ്കര ഞങ്ങളുടെ കൂട്ടത്തിൽ ഭയങ്കര സ്നേഹമുള്ള ഒരുത്തനാണ്. സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഒരു പട്ടിക്കുട്ടി അതുപോലെ, അയ്യോ അങ്ങനെയല്ല, ഭയങ്കര ആത്മാർത്ഥമുള്ള സ്നേഹമുള്ള, ഇതുവരെ ആരോടും മോശമായിട്ട് പെരുമാറണതോ വെറുപ്പിക്കണതോ ദേഷ്യപ്പെടണതോ നമ്മൾ കണ്ടിട്ടില്ല. അവന്റെ കല്യാണമാണ് കണ്ടിട്ടില്ല. പക്ഷെ ഫണ്ണി മൊമെന്റ്സ് ഒരു കിടിലൻ മൊമെന്റ് ഉണ്ട്. അത് നമ്മുടെ ചെറി പറയും. അല്ലെങ്കിൽ മറ്റേത് ഡീഫോ ഡാൻസ് അല്ല അങ്ങനെ പറയാൻ പറ്റുന്നതല്ല, അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത സാധനങ്ങളാണ്. അത് നമുക്കൊന്നും പറഞ്ഞു കഴിയുമ്പോല അയ്യോ ഒരു ടീ ഉണ്ടായിരുന്നു, അതും കൊണ്ട് ഞങ്ങൾ പോയ പോക്കൊക്കെ പറഞ്ഞത്. അല്ല അത് പറയാനായിട്ടില്ല, എക്സ്പീരിയൻസ് ചെയ്ത കുറെ സംഭവങ്ങളുണ്ട് അവൻ്റെ കൂടെ. പറയാണെങ്കിലേ ഇത് കല്യാണമൊക്കെ ഇല്ലേ, അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർക്ക് ജീവിക്കണ്ടേ? ഇല്ലില്ല. സോ ശരിക്കും എന്നോട് സിബിൻ ചേട്ടൻ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു ഒരു ഫണ്ണി മൊമെന്റ് പറയാനുണ്ട്, ഇങ്ങനെ ഒരു അവസരം ഉണ്ടാവുമ്പോ എന്നെ വിളിക്കണമെന്ന്. സിബിൻ ചേട്ടാ എന്തുവാ? ഋഷിയുടെ ഫണ്ണി മൊമെന്റ് എന്ന് പറയാനായിട്ട് നീ കുറച്ചു മുന്നേ പറഞ്ഞില്ലേ, അതാണ് നല്ല ഫണ്ണായിരുന്നു. അടുത്തതായി ഋഷിയായിട്ടുള്ള ഫണ്ണി മൊമെന്റ് പൂജ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. പൂജ പ്ലീസ്. ആക്ച്വലി പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. എനിക്ക് വിശക്കുന്നുണ്ട് ബേസിക്കലി. താങ്ക് യു. ഈ വരവ് കണ്ടാ അറിയാം, ഒരുപാട് ഫണ്ണിയായിട്ടുള്ള ധൈര്യമായിട്ട് പഠിച്ചോ, സത്യം മാത്രം. ഫണ്ണി ആയിട്ടുള്ള മൊമെന്റ് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പെട്ടെന്ന് ആലോചിക്കുമ്പോൾ ഓർമ്മ വന്നില്ല. പക്ഷെ ഓക്കെ, അപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ഫസ്റ്റ് മീറ്റ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നുന്നു നേരത്തെ പരിചയമുണ്ട്, കോമൺ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ടെങ്കിലും നേരിട്ട് കണ്ടിട്ടില്ല. ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത്. അപ്പോൾ ഫസ്റ്റ് ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെയാണ് തുടങ്ങിയത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതിനുശേഷം എനിക്ക് ഹൗസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരിൽ ഒരാൾ ആയിട്ട് എനിക്ക് ജെന്യുവൻ ആയിട്ട് തോന്നിയിട്ടുള്ള ഒരാളാണ് ഋഷി. അത് പുറത്തിറങ്ങിയതിന് ശേഷം എല്ലാവരുമായിട്ട് നമ്മൾ ബന്ധം പുലർത്തിയിട്ടില്ലെങ്കിലും വല്ലപ്പോഴാണെങ്കിലും ഒരിക്കൽ വിളിച്ച് ആ ഹൗസിൻ്റെ അകത്തെ ഡൈനാമിക് മാറാതെ പുറത്ത് വന്ന് സംസാരിച്ചിട്ടുള്ള ഒരാളാണ് ഋഷി. ഫണ്ണി ആയിട്ടുള്ള പരിപാടി എനിക്ക് തോന്നുന്നു പുറത്ത് വെച്ചിട്ട് അധികം കണ്ടിട്ടില്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ പുറത്തെ കാര്യങ്ങൾ അറിയില്ല. അറിയാവുന്ന കാര്യങ്ങളോട് പറയാൻ പറ്റില്ല.
ഋഷി ഇതിനെ പറ്റിയുള്ള ഫണ്ട് എന്താ പറയണ്ടോ? പറയണോ? അല്ല പറയണോന്ന് വെച്ചാൽ പിണങ്ങോ? അല്ല കല്യാണം 5-ാം തീയതിയാണ്, 5-ാം തീയതി കഴിഞ്ഞിട്ട് പറഞ്ഞ പോലെ അല്ലേ? പ്രത്യേകിച്ചൊന്നും കേട്ടോ, പാവമാണ് എന്നൊക്കെ എല്ലാരും പറയും. അത്ര വലിയ പാവമൊന്നും അല്ല ആശാൻ. അവളൊന്ന് കാണിച്ചേ. അവന് പാവമാണെന്ന് പറയണതാണ് ഇഷ്ടം. പാവമാണ് അല്ലേ? അല്ല ആ, അതായത് വലിയ ഫണ്ടൊന്നുമല്ല, എന്നാലും ഇത്രയും നേരം പറഞ്ഞ സ്ഥിതിക്ക് പറയാം. ഇതിൻ്റെ അടുത്ത് ഞാൻ ബിഗ് ബോസിലുള്ള സമയത്ത് ഫുഡ് കുക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ എക്സ്ട്രാ എന്തെങ്കിലും ഓരോന്ന് എടുക്കാൻ വേണ്ടി നോക്കും. കാരണം അവിടെ ഫുഡ് കിട്ടുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഈ കുക്ക് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെന്തോ നോക്കാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ഈ വെന്തോ നോക്കണം എന്തിനാണെന്ന് അറിയാം. ഇടയ്ക്കിടയ്ക്ക് ഓരോ പീസ് എക്സ്ട്രാ കഴിക്കാൻ ഇല്ല കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഇവ എടുക്കാൻ വേണ്ടി വരും. അപ്പൊ ഞാൻ നമ്മൾ മൂടി വെക്കില്ലേ കുക്ക് ചെയ്യുന്ന സമയത്ത്, മൂടി അങ്ങോട്ട് നീക്കി വെച്ചിട്ട് ചിക്കൻ്റെ പീസായിട്ട് നേരെ ഇട്ടിട്ട് എടുത്ത് കഴിച്ചു എന്ന് പറയും. അപ്പൊ നമ്മളെന്താ ചിക്കൻ്റെ പീസൊക്കെ എടുത്ത് കഴിക്കുക, ഇങ്ങനെ മൂടി നല്ല ചൂടുള്ള മൂടില്ല, അതോട് തന്നെ എടുത്തിട്ട് അങ്ങനെ പോയതോ വേണ്ട. അവസാനം കൈയൊക്കെ പൊള്ളി, എന്നാലും പറ്റും ചിക്കൻ്റെ പീസ് എടുക്കാൻ. പേഴ്സണലി ഫണ്ണിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ കൂടുതലും ഹൗസിന്റെ അകത്തുള്ള കാര്യങ്ങൾ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ അകത്താണ് നമുക്ക് കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. എനിക്ക് ഫണ്ണിയാണോന്ന്, നിങ്ങൾക്ക് ഫണ്ണിയാണോന്ന് അറിയില്ല, എനിക്ക് കുറച്ച് ഫണ്ണിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എക്സ്ട്രീംലി വിഷമിച്ചിരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ എക്സ്ട്രീംലി നമ്മൾ മറ്റേ ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്ത് ഋഷി അടുത്ത് വന്നിട്ട് അതായത് താല്പര്യം ഇല്ലെങ്കിൽ പോലും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അത് ആക്ച്വലി പുള്ളിയുടെ ഉള്ളിലുള്ള ഒരു കെയറിങ് സൈഡിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ആ സാധനം, അതായത് പുള്ളി ചിലപ്പോൾ അവനോട് അടിയിട്ടിരിക്കുന്ന സമയമായിരിക്കും, പക്ഷെ എന്നാലും അവൻ കുറച്ചു നേരം കഴിയുമ്പോൾ വന്നിട്ട് ഓക്കെ അല്ലേ, ആ സാധനം ചിലപ്പോൾ ആ ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിരിക്കും. പക്ഷെ ചില സമയത്ത് നമുക്കത് പണിയായിട്ട് തോന്നും. കാരണം അസ്ഥാനത്ത് ചോദിക്കുന്ന സമയത്ത് എനിക്കത് ചില സമയത്ത് പണി പെട്ടെന്ന് എടുത്ത് പറയാൻ പറഞ്ഞോണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ട് പോകുന്ന. അല്ലല്ല, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഐഷ്യൂന്റെ അടുത്ത് പറയാനുള്ളതാണ്. കാരണം ഋഷിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഋഷിയുടെ അമ്മയാണ്. ഒരു പെൺകുട്ടി എപ്പോഴും ആഗ്രഹിക്കുക ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഭർത്താവിനെയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അമ്മയെ സ്നേഹിക്കുന്ന ഒരു ചെറുക്കന് അല്ലെങ്കിൽ ഒരു പുരുഷനാണ് ഏറ്റവും നന്നായിട്ട് ഭാര്യയെ സ്നേഹിക്കാൻ പറ്റുക. അത്രയും സ്നേഹം ഐഷുവിന് ഈ ലൈഫ് മുഴുവൻ കിട്ടട്ടെ, ഋഷിക്ക് തിരിച്ചും കിട്ടട്ടെ. ഐഷു ഋഷിയും ഒരുപാട് കാലം ഹാപ്പി ആയിട്ട് ജീവിക്കട്ടെ. എനിക്ക് ഫണിയായിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഞാൻ പരിചയപ്പെട്ട ആൾക്കാരിൽ വളരെ ചുരുക്കം ചില ആൾക്കാർക്കുള്ളൊരു ക്വാളിറ്റിയാണ് ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആൾക്കാരെ സ്നേഹിക്കുക എന്നുള്ള. അങ്ങനെ ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ ആൾക്കാരെ സ്നേഹിക്കുന്ന ഒരാളാണ് ഋഷി. ഋഷിക്ക് നമ്മളൊന്നും കൊടുക്കണ്ട, പക്ഷെ ഋഷിക്ക് നമ്മളോടുള്ള സ്നേഹം ആത്മാർത്ഥമാണ്. ഇവൻ എന്നെ അണ്ണൻ എന്ന് വിളിക്കുന്നതും ഞാൻ എന്നെ തമ്പി എന്ന് വിളിക്കുന്നതും വളരെ ആത്മാർത്ഥമായിട്ടാണ്. സോ നിനക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. ഋഷിയെ പോലെ ആത്മാർത്ഥമുള്ള ഉള്ളുന്ന സ്നേഹമുള്ള ഒരാളെ കിട്ടിയതിന് ഐശ്വര്യ വളരെ വളരെ ലക്കിയാണ്. അതുപോലെ തിരിച്ചും ഐശ്വര്യയുടെ സ്നേഹം എന്നും നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ. എനിക്കിത് പറയണം തോന്നി, ബിക്കോസ് ഇപ്പം എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടാണ് സ്നേഹിക്കുന്നത്. അങ്ങനെ എന്താ പറയുക, എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ലാതെ സ്നേഹം മാത്രം കൊടുക്കാറുന്ന ആളാണ് ഞങ്ങളുടെ ഋഷി. We love you, ഋഷി. Love you both. ശിവാനി വാ. അയ്യോ അങ്ങനെ ഫണ്ണി ആയിട്ടൊന്നും പറഞ്ഞെന്താ അയ്യോ കൊറേ ഉണ്ട്. അങ്ങനെ ഞാന് ഇങ്ങനെ പൊട്ടിച്ചിരിക്കാറുള്ളത് പുള്ളിക്കാരനൊപ്പം നിൽക്കുമ്പോഴാണ്. ഞാൻ ഇപ്പോഴാണെങ്കിൽ എന്റെ വീട്ടിൽ വരുമ്പോഴത്തേക്കും എന്നെ ചിരിപ്പിക്കുന്നത് എന്താ ഫണ്ണിന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ പുള്ളിക്കാരൻ എന്തെങ്കിലും കോപ്രായം കാണിക്കും, അതുകൊണ്ട് ഞാൻ ചിരിക്കുമ്പോഴാണ് അതിനകത്ത് ഫണ്ണായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറെന്താ ഫണ്ണി? അതാണ് ഞങ്ങളുടെ ഫൺ. ഞാൻ ആദ്യമായിട്ട് ബർഗർ കഴിക്കുന്നത് മുടിയച്ചേട്ടൻ വാങ്ങി തന്നിട്ടാണ് കേട്ടോ. ഞാൻ ജങ്ക് ഫുഡ് ഒന്നും കഴിക്കാത്ത കൂട്ടത്തിലായിരുന്നു. ഞാൻ വളരെ എന്നെ നശിപ്പിച്ചെടുത്ത കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. ഡാൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ഓഫറിംഗ് ആണ്, ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ. ശരിയാണ്, ഞങ്ങൾ കുപ്പിച്ചേട്ടൻ സ്റ്റുഡിയോയിൽ നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങൾ ഫസ്റ്റ് ഡാൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ ഓഫറിംഗ് ആണ്. ഡാൻസ് ഒക്കെ പഠിക്കാം, തിരിച്ചു പോകുന്ന വഴിക്ക് ബർഗർ സ്പോട്ടിൽ നിന്ന് ഒരു ബർഗർ ഒരു പെപ്സി. ഞങ്ങൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഒരു കരാറ് തുടക്കം തൊട്ടിട്ട്. എന്നെ വശമാക്കി എടുത്ത ആളാണ് ഇരിക്കുന്നത്. നന്നായി പോകുമോ കല്യാണം കഴിഞ്ഞാ?
ഇല്ല എനിക്ക് ഇപ്പോഴും പറഞ്ഞതായിട്ടുള്ള ആളാണ്. അച്ചോടാ നമ്മുടെ ചുറ്റിൽ പിണങ്ങിയ നമ്മുടെ കണ്ണുകൂടെ പിണങ്ങിയ ഒന്ന് വേണം. അങ്ങനെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആളാണ്. ഞാൻ ഇതൊരു ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് എന്റെ സ്വന്തം ചേട്ടനെ പോലെ തന്നെയാണ്. കാരണം 9 വർഷമായിട്ട് എൻ്റെ ഒപ്പം തന്നെയുള്ള ആളാണ്. എനിക്ക് എപ്പോഴും ഒരു സെറ്റിലല്ല, എല്ലാവരും അറ്റൻഷൻ തരും, എന്നാലും ഒരു കുറച്ചും കൂടെ അറ്റൻഷൻ. എനിക്ക് ഇപ്പൊ പോലും മുടിയുടെ സെറ്റ് വന്നിട്ട് പാർക്കുട്ടിയോട് കൂടുതൽ വർത്താനം പറഞ്ഞ കേട്ടോ, അല്ലെങ്കിൽ അവളെ എടുത്തോടെ നടക്കണത് എനിക്ക് ഭയങ്കര അസുഖമായിരിക്കും കൂടുതൽ നടക്കാം. എനിക്ക് അത്രയും ഭയങ്കര കാര്യമായിട്ടുള്ള ഒരാളാണ്. എന്നെ അങ്ങനെ കെയർ ചെയ്യുന്ന ഒരാളാണ്. ഏത് പാദയാത്രയാണെങ്കിലും വീട്ടിൽ കയറി വന്നിട്ട് നാളെ പരിപാടി പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഓക്കെ റെഡി ചെയ്യാം എന്നുള്ള ആ ഒരു വൈബും ആ ഒരു എനർജിക്ക് എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള ആളാണ്. എത്ര കൊണ്ടല്ലെങ്കിലും എൻ്റെ ചേട്ടൻ തന്നെയാണ്. പറഞ്ഞത് കാത്തിരുന്ന ഒരു കല്യാണമാണ്. അപ്പൊ ഇത് അടിച്ച് പൊളിക്കുക എന്നുള്ളൊരു മൈൻഡിലാണ് വന്നിരിക്കുന്നത്. ഐശ്വര്യേച്ചി ആണെങ്കിലും എത്ര 6 years. എനിക്ക് ബോധം പോയി ഞങ്ങള് ആദ്യമൊക്കെ ബോധം പോയി നമ്മള് റാപ്പ് ഇങ്ങനെ പറഞ്ഞു കേൾപ്പിക്കുമ്പോഴത്തേക്കും ശരിക്കും നമ്മളെപ്പോഴും ചോദിക്കും ആരാ നായിക, ഹൂസ് ദ ലീഡ്. അപ്പൊ പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് ഞങ്ങൾ ഐശ്വര്യ കാണിച്ചു തരുന്നത്. ഇതാണ് ഞങ്ങളുടെ നായിക, ഇനി മുതൽ എന്റെയും എന്നുള്ളൊരു കമന്റ് ഒക്കെ ഇറക്കി ഞങ്ങൾ ലഭിച്ചതാണ്. പക്ഷെ സോ ഹാപ്പി ടു ഹാവ് യു ഇൻ യുവർ ഫാമിലി. ഐശ്വര്യ ചേട്ടാ ഹാപ്പി മാരീഡ് ലൈഫ് പൊളിച്ചോളൂ. കാരണം ഓക്കെ that is my happy moment, that is my funny moment. നിഷാമ നിഷാമനെ നേരെ വിളിക്കാം. സോ നമുക്ക് നല്ലൊരു കൈഡി കൊടുക്കാനായിട്ട് സ്പെഷ്യൽ ഒക്കേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം. വളരെ സ്നേഹപൂർവ്വം തന്നെ കറക്റ്റ് പാട്ട്, ആ പാട്ടൊന്ന് സൗണ്ട് കൂടി കറക്റ്റ് ചെയ്യും. ഇപ്പൊ നിശേഷി ഇപ്പൊ നടന്നുകൊണ്ടിരുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഋഷിന്റെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും അവരുടെ എക്സ്പീരിയൻസ്, അവരെന്താണെന്നുള്ള എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ കണ്ടത് അമ്മമാരിൽ ഒരാളാണ് നിശേഷി. അപ്പൊ അവനെ പറ്റി എന്താണ് ഈ മൊമെന്റിൽ നിശേഷിക്ക് പറയാനുള്ളത്? എനിക്ക് രണ്ടുപേരും പ്രിയപ്പെട്ടതാണ്. ഐശ്വര്യ പ്രിയപ്പെട്ടതാണ്, ഋഷിയും പ്രിയപ്പെട്ടതാണ്. ഋഷി സ്പെഷ്യലാണ്. ഋഷി വന്നതിന് ശേഷമുള്ളൂ ഐശ്വര്യ വന്നിട്ടുള്ളൂ. ഋഷി വഴിയാണ് ഐശ്വര്യയെ പരിചയപ്പെടുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ ഋഷി കല്യാണം കഴിക്കാൻ വന്നപ്പോ എനിക്ക് ഈ ചെക്കൻ എന്താണ് ഇവ കല്യാണം കഴിക്കാനൊക്കെ ആയോ? ഞാൻ കാണുമ്പോ കുഞ്ഞു പയ്യനാണല്ലോ, ഇപ്പോഴും കുഞ്ഞു തന്നെ, അതുപോലെ തന്നെ ഉണ്ട്, കുറച്ച് വണ്ണം പറ്റുന്നേ ഉള്ളൂ. പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. ഞാൻ നമ്മള് ബിഗ് ബോസിലൊക്കെ കാണുമ്പോൾ ഞാൻ അവിടെ വീട്ടിലിരുന്ന് പറയും ഇവനൊരു മാറ്റമില്ല, അവിടെ കിടന്നും കരയണം, ഇവിടെ ഒന്നും കരയണം. പെട്ടെന്ന് ദേഷ്യപ്പെടും, പെട്ടെന്ന് കരയും, പെട്ടെന്ന് സങ്കടം വരും. ഇതൊക്കെ അവന്റെ ജെന്യൂൻ ക്യാരക്ടർ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന്റെ നമ്മൾ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ബിഗ് ബോസിൽ അവൻ എന്താണ് അങ്ങനെയൊക്കെ. ഞാൻ പറ അവൻ അതാണ്, അത് തന്നെ, അവനവിടെ ഒട്ടും അഭിനയിക്കണമെന്നില്ല, ആ യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങി ഇവൻ ശരിക്കും ജെന്യൂൻ ഇങ്ങനെ തന്നെയാണ്. പിന്നെ എൻ്റെ സ്വന്തം മകനെ പോലെ തന്നെയാണ്. അവിടെ പറയുമ്പോൾ ഒരാൾ അവിടെ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു അസൂയുള്ള അവൻ അമ്മയല്ല, അവൻ്റെ അമ്മ. വളരെ സന്തോഷമാണ്, എന്നോടും അങ്ങനെ ഇഷ്ടം തന്നെയാണ്. പിന്നെ ഐശ്വര്യയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഐശ്വര്യ വളരെ, ഞാൻ എപ്പോഴും പറയും നീ കല്യാണം കഴിക്കണമെങ്കിലേ നിന്റെ ഈ കോമാളിത്തരത്തിനും നിന്റെ ഈ മേഖലയ്ക്കും അച്ചടക്കമില്ലായ്മയ്ക്കൊക്കെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാള്, ക്ഷമയോടെ കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാളാണ് ഐശ്വര്യ. അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ്. പിന്നെ ഞാൻ ഐശ്വര്യത്തെ കുറച്ച് ഇവരെ തെറ്റിക്കാനൊക്കെ നോക്കി, ഒരു രക്ഷയില്ല, പോണെ പോട്ടെ അതൊക്കെ വിചാരിച്ചു. പക്ഷെ അതൊരു പരീക്ഷ, പക്ഷെ അതിനകത്ത് ഐശ്വര്യ വിജയിച്ചു. ഞാൻ പറഞ്ഞേ എനിക്ക് വേറെ പണിയൊന്നുമില്ല കൊച്ചൊക്കെ എന്ന് ചോദിച്ചു. പക്ഷെ അവിടെ ഇല്ല, അവൻ പാവമാണ്. അപ്പൊ പറയാണ് അവൻ പാവമാണ്. അതാണ്, അങ്ങനെ വേണം, ഇങ്ങനെ വേണം. പെൺകുട്ടികൾ പ്രേമിക്കുമ്പോ നമ്മളെ കുത്തിത്തിരിപ്പിക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്കും കിട്ടിയ എല്ലാ ഭാഗ്യം എന്ന് പറഞ്ഞാല് ഋഷിയുടെ അമ്മ തന്നെയാണ് കേട്ടോ, ഏറ്റവും സ്പെഷ്യൽ ഒരമ്മ. എന്തൊരു പാവമാണ് സത്യം, ഭയങ്കര ഋഷിയെ പോലെ തന്നെ അതേ ക്യാരക്ടറാണ് ഒരമ്മ.
അമ്മയുടെ അതേ സ്വഭാവമാണ് മകനും, മകൻ്റെ അതേ സ്വഭാവമാണ് അമ്മയും. അമ്മ അവിടെ ഒന്ന് വരാമോ? അപ്പൊ ഞാൻ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ആരെയും മുഷിപ്പിക്കുന്നില്ല. ഞാൻ നേരുകയാണ്. കുറെ ആഗ്രഹിച്ച ഒരാളാണ്, എപ്പോഴെങ്കിലും കാണുന്നത്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഇവിടെ ഇവനിങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇന്ന് കാറിൽ ഞങ്ങൾ വരുമ്പോൾ ഞങ്ങൾ പറയാം, നമുക്ക് ഒറ്റ വിഷമമുള്ളൂ, അത് ഭംഗിയല്ല, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെ ക്യാദർ ചെയ്യാൻ പറ്റുന്നില്ല. അത് എല്ലാവരും അവരുടേതായ രീതിയിൽ ലൈഫ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എനിക്ക് ഉറപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു 30 വയസ്സാവാം, 30 വയസ്സിന് ശേഷമാവാം, നമ്മൾ എന്തൊക്കെയാണോ എൻജോയ് ചെയ്തിരുന്നത് അത് നമുക്ക് തിരിച്ചു പിടിക്കണം. ഇവിടെ ഇരിക്കുന്നവരോടും അത് തന്നെ പറയാനുള്ള. എന്തിൻ്റെ ഇടയിലും ആ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും വേണ്ട. ഞങ്ങൾ 4-5 പേരേ ഉള്ളൂ. 5 പേര് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി അത് ഞങ്ങൾക്ക് ഇപ്പം കിട്ടാറില്ല. അപ്പോൾ ഈ കല്യാണത്തോടു കൂടെ നമ്മളത് തിരിച്ചു പിടിക്കും, തിരിച്ചു കൊണ്ടുവരണം എന്നുള്ളൊരൊറ്റ ഒരാഗ്രഹം. പിന്നെ സന്തോഷം വന്നാലും സങ്കടം വന്നാലും നമ്മൾ ഡാൻസ് ചെയ്യും. അത് മാത്രമേ ഞങ്ങൾക്ക് അറിയുള്ളൂ. ബോഡിയാണ് ഞങ്ങളുടെ ലാംഗ്വേജ്. ഞങ്ങൾക്ക് ഈ സാധനം ഞങ്ങൾക്ക് വർക്കാവില്ല. ആളുടെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും താമസിക്കാനുള്ള സ്ഥലമായിരുന്നു. അതായത് പ്രണവ് എല്ലാവരും ആ ഫ്ലാറ്റിലേക്ക് ആയിരിക്കും. അപ്പോൾ ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ച് തന്നെയായിരുന്നു അല്ലേ. 2-3 വർഷമൊക്കെ ഒരുമിച്ചായിരുന്നു, അമ്മയ്ക്കറിയാം. അപ്പോൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഡാൻസ് വൈസ് എന്നെ ഹെൽപ്പ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ആളെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് ഞാൻ മറ്റേ വട്ടി പോലത്തെ ഡാൻസറായിരുന്നു. അപ്പോൾ എനിക്ക് ഗ്രൂസ് കാര്യങ്ങളൊക്കെ കിട്ടിയത് കുറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഋഷി. അത് ഒന്നും മറക്കാൻ പറ്റില്ല. കാരണം എനിക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യാനുള്ള കാരണം ഋഷി. പിന്നെ അതേപോലെ തന്നെ ലൈക്ക് റാപ്പ് ആയാലും നമുക്ക് നമ്മൾ ഒരുമിച്ചല്ലേ, ലൈക്ക് ഋഷി ബ്രോയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ. അതെ. അപ്പോ എന്താ പറയാ, അത് അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടിയത് ഋഷി ബ്രോഡാണ്. അപ്പോ അതൊന്നും ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതിപ്പോ പറയണം തോന്നി. യെസ്, താങ്ക്സ്. ഓക്കെ, ഒരാളൂടെ വേണമല്ലോ, ഒരാളും കൂടെ വേണം. ഒരാളും കൂടി വേണം. അപ്പൊ വട്ടം കറങ്ങണ്ട, സാധനം പോയി അപ്പോഴേക്കും എടുത്തിട്ട് വന്നിരിക്കണം. ഇവര് വന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ കയ്യിൽ ആ സാധനം ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. അതിപ്പോ ഓൾറെഡി നമ്മൾ തന്നിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ കയ്യിലുള്ള സാധനമായിരിക്കും അവർ വന്ന് ചോദിക്കുക. ഓക്കെ, കയ്യിലിടുന്ന മോതിരം, റിങ് റിങ് ഐശ്വര്യയുടെ മുടിയൻ എടുക്കാൻ പോയപ്പോഴത്തേനും മുടിയന്റെ കയ്യിൽ നിന്ന് മിസ്സായി പോയിരിക്കുകയാണ്. അൻസിബിൻ എടുത്തിരിക്കുന്നു. കിട്ടിയോ? ക്ലാസ് സാധാ ക്ലാസ് ഓർ കൂളിംഗ് ക്ലാസ്? കൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ സാധാ ക്ലാസ്? കയ്യിലുള്ള ക്ലാസ് എടുക്കരുത് കേട്ടോ. സ്വന്തം കൂളിംഗ് ക്ലാസ് അല്ലെങ്കിൽ സ്വന്തം ക്ലാസ്? സ്വന്തം ക്ലാസ് എടുക്കാറില്ല. സ്വന്തം പോയിന്റ് സീറ്റ് സീറ്റ് കഴിയും. ആരാ
കഴിഞ്ഞു. ഹൻസിബ out. അടുത്ത ടാസ്ക് വാച്ച് ആണ്, പക്ഷെ ടൈറ്റാന്റെ വാച്ച്. ടൈറ്റാന്റെ വാച്ച് ഇത് ടൈറ്റൻ വാച്ച് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കളക്ട് ചെയ്യാം. ഓക്കെ, ഫ്രണ്ടിൽ ഒരാളുടെ കളക്ട് ചെയ്യാം. ഒരാൾ വന്നിട്ട് കുറച്ച് പിക്ക്. ഓക്കെ, രണ്ടാമത്തെ ആൾ വന്നിട്ടുണ്ട്. 2 3 ടൈറ്റൻ അവിടെ ഉണ്ട്, ഒരാളുടെ കയ്യിലുണ്ട് ടൈറ്റൻ. അതവിടെ കൈ വെട്ടി പിടിക്കുന്ന ആളെ മേടിച്ചാൽ കിട്ടും. 4 പേര് വന്നിട്ടുണ്ട്. 4 പൂജ ചെക്ക് ചെയ്യാം. ഓക്കെ, ചെക്ക് ചെയ്ത് സ്വന്തം കയ്യിൽ എടുക്കുന്നത്. ഓക്കെ, ചോദിക്കാം. ഓക്കെ, ഒരാൾ വന്നിട്ടുണ്ട്. ഒരാള് ഓക്കെ 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 രണ്ടാമത്തെ ആൾ വന്നിട്ട് പെട്ടെന്ന് കിട്ടുമോ എന്നെനിക്ക് അറിയില്ല. സിഗരറ്റ് ലൈറ്റർ ഒരാൾ വന്നിട്ടുണ്ട്. 1 2 അമ്മയാണിത്. അതേപോലെ ഋഷിയുടെ അണ്ണനും രണ്ടുപേർ തമ്മിലുള്ള വാശിയേറിയ മത്സരമാണ്. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, മനു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്, മനുവിന്റെ അമ്മയാണത്. അവിടെ ശരിയാണ് ചേച്ചി, മനുവിന്റെ ചേച്ചി എവിടെ വരും പ്ലീസ്? ഇത് മനുവിന്റെ ചേച്ചിയാണ്. ഞാൻ ഋഷിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളും. ഒന്നാണ്. അപ്പൊ വാക്കി ടോക്കി പിടിച്ചു വെക്കാൻ പറ്റില്ല. സിനിമ പിടിച്ചു വെക്കാൻ നടക്കൂല. ഓരോ വാക്കി ടോക്കി പിടിക്കുക. വാക്കി ടോക്കി എവിടെ? ഓക്കെ, നമുക്ക് നല്ലൊരു ക്ലാസ് കൊടുക്കാം. അവിടെ അല്ല, കസേര വലിക്കും ഇവിടെ. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് വിളിക്കാം. ഐശ്വര്യ, ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഭയങ്കര വലുതായിരിക്കും. ചെറുതാ, കയ്യിലുള്ളൂ. പിടിച്ചോ. ഓക്കെ, ഇപ്പൊ വളരെ വാശിയേറിയ മത്സരമായിരുന്നു. സോ നമ്മുടെ വിന്നേഴ്സിന് ഗിഫ്റ്റ് സെക്കൻഡിലില്ല, ഫസ്റ്റിന് നല്ലൊരു കൈയ്യടി കൊടുക്കാം. മനു ഇല്ലാത്തതിന്റെ ആ കോറം അമ്മ വന്ന് നികത്തിയിരിക്കുകയാണ്. ഒരു നല്ലൊരു കൈയ്യടി. ഓക്കെ, താങ്ക് യു സോ മച്ച്.
never, ever, never. Never, ever, never. You're the universe and I was revolving like a sun on my own. I know that you would do anything for me, but I just need to move on. Oh, I was running from a bad thing when I first met you. This is gonna hurt, but it doesn't make it any less true. I never really loved you. I never really did call you my only. I'm only holding on to something in my head because I'm lonely. I never ever meant to hurt you, but it doesn't make it any less true. Never ever never, but it doesn't make it any less true. You say you notice how my eyes have been glowing since I've been on my own. I was scared to start my own new story. I've been stuck for too long. Oh, I was running from a bad thing when I first met you. This is gonna hurt, but it doesn't make it any less true. I never really loved you. I never really did call you my only. I'm only holding on to something in my head. Why, oh 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 why, why, oh 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 why, oh.